അമേരിക്കയും റഷ്യയും തമ്മിൽ 1987 ഒപ്പുവെച്ച ആണവായുധ കരാറിൽ നിന്ന് റഷ്യ പിന്മാറി. ഔദ്യോഗികമായി അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും പരസ്പരം ഹ്രസ്വദൂര മിസൈലുകൾ പ്രയോഗിക്കുന്നത് പോലും നിയന്ത്രിക്കുന്ന തരത്തിലായിരുന്നു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നത്. റഷ്യക്ക് സമീപം ആണവ മുങ്ങിക്കപ്പൽ അമേരിക്ക വിന്യസിച്ചതോടുകൂടി ഈ കരാർ വ്യവസ്ഥക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്താണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. അന്നത്തെ റഷ്യയുടെ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചവും 1987 കാലഘട്ടമാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും തമ്മിൽ ഒരു കരാർ ഉടമ്പടി വ്യവസ്ഥ ഉണ്ടാക്കുന്നു. അതിൽ വളരെ പ്രധാനമായിരിക്കുന്ന ആയുധ വിഷയങ്ങളും ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. 500 മുതൽ 5500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് ഈ കരാർ വ്യവസ്ഥ നിയന്ത്രണം കൊണ്ടുവരുന്നു. ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾ പരസ്പരം അകലം പാലിക്കണമെന്നും ഒരു രാജ്യത്തിന് പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ മറ്റു രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന്, അത് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയും നിലനിൽക്കുന്നു. മറ്റു ലോക രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഇടപെടാൻ പാടില്ല എന്നതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ അതായത് ഉക്രൈൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈനും റഷ്യയും തമ്മിലാണ് വിഷയം. ഉക്രൈനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് അതിൽ അമേരിക്ക ഇടപെടുന്നു. കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. അങ്ങനെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവരുടെ ഓഫീസിൽ നിന്ന് പറയുന്ന കാര്യം, ഈ കരാർ വ്യവസ്ഥ കൊണ്ട് എന്താണ് കാര്യം? കരാറിലെ എല്ലാ കാര്യങ്ങളും അമേരിക്ക ലംഘിക്കുന്നു, പിന്നെ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തങ്ങൾ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറുന്നു. മുൻപ് ഇറാനും അമേരിക്കയും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടായ സമയത്ത് ഇതേ സ്ഥിതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്നു, അന്ന് പ്രസിഡന്റ് ആയിരുന്നു 10 കൊല്ലം മുമ്പ്. അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കരാറിൽ നിന്ന് ഇറാനുമായിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, അതിൽ റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്, കൊറിയ ഉണ്ട്, അങ്ങനെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഈ രാജ്യങ്ങൾ സംയുക്തമായി ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ നിന്ന് പൊടുന്നതിന് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പിന്മാറുന്നു. ട്രംപ് പിന്മാറിയതോടുകൂടി ഇത് നല്ലൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കിയ ഇറാൻ ആണവായുധ നിർമ്മിതി ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറെക്കുറെ ഇപ്പോൾ സമ്പുഷ്ട ആണവായുധീകരണങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നത് 90% മേലെ എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ 2ാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങിയത്. അത് എന്തിനാ ഒരു കൊമ്പ് കോർക്കുക എന്ന് പറഞ്ഞാൽ, ലോകാധിപത്യം, സർവാധിപത്യം അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു സാഹചര്യം, അത് സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ച്, അന്നത്തെ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ 2ാം ലോക യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, രണ്ടാമത് ബ്രിട്ടൻ ആയിരുന്നു. അമേരിക്കക്ക് അതിലൊക്കെ ഏറെക്കുറെ 3ാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊടുന്നതിനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തുകയും അതോടനുബന്ധിച്ചുകൊണ്ട് ജപ്പാൻ തോൽവി സമ്മതിക്കുകയും ചെയ്തതോടുകൂടി അമേരിക്ക ഹീറോ പരിവേഷത്തിലേക്ക് എത്തി. അതിനിടെ ഒരു സംഭവം കൂടി നടന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയെ ഹീറോ പരിവേഷത്തിലേക്ക് എത്തിച്ച സോവിയറ്റ് യൂണിയൻ ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഹിരോഷിമയിൽ ആണവ സ്ഫോടനം നടത്തി, പക്ഷേ ജപ്പാൻ കീഴടങ്ങിയിട്ടില്ല. യുദ്ധം ചെയ്യാൻ തന്നെയാണ് ആഹ്വാനം. സൈനികർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നാഗസാക്കിയിൽ 9-ാം തീയതി 3 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്ഫോടനം നടത്തുന്നു, ആണവസ്ഫോടനം നടത്തുന്നു. 1,00,000-ലധികം ആളുകൾ കൊല്ലപ്പെടുന്നു. പക്ഷെ അപ്പോഴും ആണവായുധം യുദ്ധം ചെയ്യാൻ തന്നെയാണ് സൈനികർ തീരുമാനിച്ചത്. എന്നാൽ ഇതിനിടയിൽ സോവിയറ്റ് യൂണിയൻ എടുത്ത ഒരു തന്ത്രപരമായിരിക്കുന്ന നിലപാടാണ് ജപ്പാൻ കീഴടങ്ങാൻ പ്രധാനമായിരിക്കുന്ന കാരണമായി വന്നത്. 2 തന്ത്രങ്ങൾ അവിടെ സോവിയറ്റ് യൂണിയൻ പ്രയോഗിച്ചു. ഒന്ന്, തങ്ങൾ ജപ്പാനെ ആക്രമിക്കും എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ആ സാഹചര്യത്തിൽ ജപ്പാന് സാധിക്കില്ലായിരുന്നു. മാനസികമായി സൈനികരൊക്കെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടതാണ് ആണവ സ്ഫോടനം നടത്തി എന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളൊക്കെ. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ മേൽ ആധിപത്യം കിട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ അത് ഉപയോഗിച്ചത്. അപ്പോൾ വല്ല കാരണവശാലോ ആക്രമിക്കുകയാണെങ്കിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തുനിന്ന് ജപ്പാന് നേരെ വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കീഴടങ്ങുകയാണ് എന്നുള്ളതും തങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്ന് ജപ്പാന്റെ സർക്കാർ പറഞ്ഞതോടുകൂടി സോവിയറ്റ് യൂണിയന് പിന്നെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതെയായി. അതോടുകൂടി അമേരിക്ക ഹീറോ പരിവേഷത്തിൽ കയറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ആ സമയത്ത് തന്നെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാവണം എന്നുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
കൊമ്പ് കോർത്തിട്ടുണ്ട് എന്ന് ചുരുക്കം. പിന്നീടാണ് അവർ തമ്മിൽ 50 വർഷത്തിലധികം നീണ്ടു നിന്ന ശീതസമരങ്ങൾ ഉണ്ടാകുന്നത്. ശീതസമരം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ സമരമല്ല, യുദ്ധത്തിനേക്കാൾ കഠിനമായിരുന്നു. സാമ്പത്തിക രംഗം അപ്പാടെ തകർന്ന് കൂപ്പുകുത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതായി, കയറ്റുമതി ഇറക്കുമതി അവസാനിച്ചു, പൗരന്മാർ തമ്മിൽ ബന്ധമില്ലാതായി. ഏതെങ്കിലും പൗരന്മാർ ഏതൊരു രാജ്യത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മോചിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി, അവരെ ക്രിമിനലായിട്ട് കാണുന്ന സ്ഥിതി ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ സൈ കെട്ടുകൊണ്ടാണ് രണ്ട് രാജ്യം പിന്നീട് ഈ പരിപാടി ഒഴിവാക്കിയത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷം 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ജയിക്കുന്നില്ല യുദ്ധത്തിൽ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അമേരിക്ക അതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത്. അത് ആദ്യം തന്നെ റഷ്യ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന് നേരെ അല്ലെങ്കിൽ തങ്ങളുടെ സൈനികർക്ക് നേരെ വെടിവെക്കുന്നതിൽ അമേരിക്കക്കും പങ്കാളിത്തമില്ല എന്ന് പറയാനൊന്നും സാധിക്കില്ല എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് റഷ്യയുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ഒരു കരുത്തും ശക്തിയും ഇല്ലെന്ന് ലോകത്തിനറിയാം. 35ാം സ്ഥാനത്തിന് താഴെയാണ് സൈനിക ബലത്തിൽ ഉക്രൈൻ ഉള്ളത്. റഷ്യ ആണെങ്കിൽ 1ാം സ്ഥാനത്താണ് സൈനിക ബലത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് എത്തും. അങ്ങനത്തെ ഒരു സൈനിക ബലം ശക്തിയുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, റഷ്യയെ ഭയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക പ്രസിഡന്റ് ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കപ്പൽ, ആണവായുധ കപ്പൽ അവരുടെ തീരത്ത്, റഷ്യയുടെ തീരത്ത് അടുപ്പിച്ചിട്ടുണ്ട് എന്നാണ്, തീരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതിന് ബദലായ രീതിയിലാണ് റഷ്യ തിരിച്ചടിച്ചുകൊണ്ട് അവരുടെ ഈ യൂറോപ്യൻ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് അവരുടെ കപ്പലിനെയും വിന്യസിച്ചത്. അങ്ങനെ ലോകത്തിൽ വൻ ശക്തിയുള്ള രാജ്യങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കുന്ന രീതിയിലേക്ക് ഈ വിഷയങ്ങൾ എത്തിയെന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. 3ാം ലോക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടാവാതിരിക്കട്ടെ, അതൊരു മറ്റു വിഷയം, ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും മുഖാമുഖം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന 2 യുദ്ധങ്ങൾ, ഒന്ന് ഈ ഉക്രൈൻ റഷ്യ നമ്മൾ പറഞ്ഞ യുദ്ധം, രണ്ടാമത് പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം, ഈ 2 യുദ്ധത്തിലും വലിയ പങ്ക് അമേരിക്കക്കാണ്. അതുകൊണ്ട് അമേരിക്കയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമാണ്. മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഇടപെടലുകൾ, അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഇടപെടലിന് എന്ത് കിട്ടണം, ആധിപത്യം റഷ്യക്ക് കിട്ടണം. റഷ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അമേരിക്ക ശക്തി ക്ഷയിക്കണം. ശക്തി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇസ്രായേൽ പരാജയപ്പെടണം. അതാണ് ഏറ്റവും ഒടുവിലായിട്ട് റഷ്യ കാണുന്ന തന്ത്രം. അവിടെ ഏത് കാലത്താണോ ഇസ്രായേലിന് പരാജയം ഉണ്ടാകുന്നത്, ശക്തി ക്ഷയിക്കുന്നത്, ആ സമയത്ത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള അമേരിക്കയുടെ ബലം ക്ഷയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമില്ല. കാര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസപരമായിരിക്കുന്ന അനുഷ്ഠാനപരമായിരിക്കുന്ന കാര്യത്തിനപ്പുറം അവർ ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ല എന്നല്ലാതെ മറ്റുള്ള കാര്യത്തിലൊക്കെ റഷ്യയുമായിട്ട് സഹകരിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാണ്. അപ്പോൾ അതിന് ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിനെ ഇറാൻ പരാജയപ്പെടുത്തിയത് അല്ലെ തോൽപ്പിച്ചത് എന്നുള്ളത് ഇപ്പോഴും ലോകാത്ഭുതമായി നിൽക്കുന്നതും വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യുന്നതും പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. എങ്ങനെ അവർക്ക് തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചു? കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അവർക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ലോകത്തിനെല്ലാം അറിയുന്നതാണ്. കൂട്ടത്തോട് കൂടിയുള്ള ഒരു ആക്രമണം ആദ്യഘട്ടത്തിൽ തന്നെ അവർ നടത്തും. അതോടുകൂടി തന്നെ ശത്രുപക്ഷം ജയിച്ചു പോകും. അവരുടെ എല്ലാ രീതികളും, ഏതൊക്കെ രാജ്യത്ത് അവർ യുദ്ധം ചെയ്തിട്ടുണ്ടോ ആ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവർ വിജയം ഉണ്ടാക്കുന്നത് യുദ്ധം പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപിക്കുന്ന ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും മുൻപ് കൂട്ടത്തോടു കൂടി അവർ ആക്രമിക്കും. ആ ആക്രമണത്തിലാണ് പകച്ചു പോവുക. അത് 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട കാര്യം അങ്ങനെയാണ്. യുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചത് 11 മണിക്കാണ്. ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് 8 മണിക്കാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യുദ്ധ ടാങ്കുകളിലോ യുദ്ധ സംവിധാനത്തിനടുത്തോ സൈനികരൊന്നും ഉണ്ടാവില്ല. കാരണം 11 മണിക്കാണല്ലോ യുദ്ധം ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമാണ് 7 മണിയുടെയും 8 മണിയുടെയും ഇടയിൽ. ആ സമയത്ത് ടാങ്കിലൊന്നും ഈ ടാങ്കിൽ മാത്രമല്ല പറഞ്ഞത്, യുദ്ധക്കപ്പലിലോ യുദ്ധ ടാങ്കിലോ അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളിലോ സൈനികരുണ്ടാവില്ല. അവർ പുറത്തായിരിക്കും. ആ സമയത്ത് ആക്രമിക്കണം
എന്നാണ് അവർ തീരുമാനം. അത് അമേരിക്കയോ അല്ലെങ്കിൽ ഫ്രാൻസോ ചോർത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഏതായിരുന്നാലും റഡാറിൽ പോലും കുടുങ്ങാത്ത വിധം പരമാവധി താഴ്ന്നു പറന്നുകൊണ്ടാണ് യുദ്ധവിമാനങ്ങൾ അവിടെ ആക്രമണം നടത്തിയത്. ഈ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന 100 യുദ്ധവിമാനങ്ങൾ ആണെങ്കിൽ 95 യുദ്ധവിമാനങ്ങളും, അതായത് 95% ആദ്യത്തെ ആക്രമണത്തിൽ പങ്കുവച്ചു എന്നുള്ളതാണ്. 5 വിമാനങ്ങളെ അങ്ങനെ ആണെങ്കിൽ, അല്ലെങ്കിൽ 5% വിമാനങ്ങൾ മാത്രമേ ഒരു രാജ്യത്തിന്റെ അകത്ത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ശേഷിച്ചിട്ടുള്ളൂ എന്നുള്ളത് ചരിത്രം. ആദ്യത്തെ ആക്രമണത്തിന് അവർ വിജയിച്ചു. പിന്നീടുള്ള ബാക്കിയുള്ളതൊക്കെ പരമാവധി വലിച്ചു നീട്ടപ്പെട്ട യുദ്ധങ്ങളാണ്. ആ യുദ്ധത്തിൽ വലിയ രീതിയിൽ അതുവരെ ഉണ്ടായിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിന്റെ 4 ഇരട്ടി ഭൂമിക അറബ് രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ച 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട 6 ദിന യുദ്ധം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കൂട്ടത്തോടു കൂടി വന്നു. രണ്ടാമത് നമ്മളിപ്പോ ഈ തുടങ്ങിയ ഒക്ടോബർ 7-ാം തീയതിയുടെ ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് അവർ ഒരു ആക്രമണം നടത്തിയത് പിന്നീട് ലെബനാനിലാണ്. ലെബനാൻ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനു മുമ്പ് പേജർ സ്ഫോടനം നടത്തി 30 ചില്ലാൻ ആളുകൾ കൊല്ലപ്പെട്ടു, 2000-ത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റൊരു സംഭവം. ആകെ തന്നെ ആ രാജ്യവും ലോകവും നടുങ്ങിപ്പോയതാണ്. അപ്രതീക്ഷിതമായ രീതിയിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് കൂട്ടത്തോടു കൂടി ആ സംഭവം നടന്നത്. സമാനമായ രീതിയിലുള്ള കാര്യമാണല്ലോ ഈ പേജർ എന്ന് പറയുന്നത്. പേജർ ഡിവൈസ് അങ്ങനെ തന്നെ പൊട്ടിത്തെറിച്ചു. ഇത്രയും ആളുകൾ മരിച്ചതോടുകൂടി ഏറെക്കുറെ ആ രാജ്യം തന്നെ ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഈ വീടിനകത്ത് ഉപയോഗിക്കുന്ന ടെലിവിഷൻ ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും ഉപയോഗിക്കുന്ന കാര്യത്തിൽ പേടിയായി. ആ പേടിയോടൊപ്പം കൂട്ടാക്രമണം നടത്തിക്കൊണ്ട് അവർ ഹിസ്ബുള്ള തലവനെ അടക്കം, ഹസൻ നസ്രുള്ള അടക്കമുള്ള ആളുകളെ 20ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. വലിയ ആക്രമണം നടത്തി ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് ലെബനാന്റെ അതിർത്തി കയറിക്കൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേലെ അവർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. അത് കൂട്ടാക്രമണമാണ്. ഇനി നമ്മൾ ഇറാനിലേക്ക് പോകുന്ന സമയത്തും ഇതന്നെ സ്ഥിതി. ഇറാനിലെ യുദ്ധം തുടങ്ങിയ കഴിഞ്ഞ മാസത്തെ 13-ാം തീയതി ആ യുദ്ധത്തിന്റെ ആരംഭഘട്ടം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. എങ്ങനെയാണോ അറബ് ഇസ്രായേൽ യുദ്ധത്തിലും ലെബനാൻ ആക്രമണത്തിൽ അവർ പ്രയോഗിച്ച അതേ തന്ത്രം, കൂട്ടത്തോട് കൂടിയുള്ള ആക്രമണമാണ് നടന്നത്. ആ സമയത്ത് എന്തുണ്ടായി? സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നു, ഈ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു, ഇറാന്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു, അവരുടെ സൈനിക ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു. ഒരേ സമയത്ത് വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത സമയങ്ങളിലും കൂട്ടാക്രമണം നടക്കുന്നു. രാജ്യം നടുങ്ങിപ്പോയി, ലോകം ഞെട്ടിപ്പോയി. കാരണം അപ്രതീക്ഷിതമായി 100-ലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട്. ചില റിപ്പോർട്ടിനകത്ത് 200 വിമാനങ്ങൾ എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി അങ്ങനെയാണ്. ആദ്യത്തെ ആക്രമണം, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രാജ്യവും ലോകവും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ട് സുരക്ഷിതമായ രീതിയിൽ തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് അവർ സാധാരണഗതിയിൽ പ്രയോഗിക്കാറുള്ളത്. ആ പ്രയോഗം തന്നെയാണ് ഇറാനിൽ നടത്തിയത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് പരിചയവും അവർ ഈ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗമായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. ലെബനാനെ പോലെ ഒരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ മൂക്ക് കുത്തി വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ ഘട്ടം ഘട്ടമായ രീതിയിൽ അവരുടെ ധൈര്യം തിരിച്ചടിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. അപ്പോൾ തിരിച്ചടികൾ കനത്തതും ശക്തിയുള്ളതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൂർണ്ണത, ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പൂർണ്ണമായി പാലിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഇസ്രായേലും അമേരിക്കയും പരാജയമാണ്. അതാണ് നമ്മളിപ്പോൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പറയുന്നത്. കരാർ വ്യവസ്ഥ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് അമേരിക്കക്ക് താല്പര്യമാണെങ്കിൽ ആ കരാർ വ്യവസ്ഥ പിന്മാറും, സംശയമൊന്നുമില്ല. അത് എല്ലാ കാലത്തും എല്ലാ കരാറും അങ്ങനെ തന്നെയാണ്. അത് ഇസ്രായേലിനെ തൊടുന്ന സമയത്തും അമേരിക്കയെ തൊടുന്ന സമയത്തും അവർക്ക് എന്ത് കരാർ വ്യവസ്ഥ? 30-ലധികം തവണ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയ സഭയാണ് UN സഭ. ഒന്നും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരൊറ്റ പ്രമേയമാണ് സദ്ദാം ഹുസൈനെതിരെ പാസാക്കിയത്, അത് നടപ്പിലാക്കുകയും ചെയ്തു. സമാനമായിരിക്കുന്ന പ്രമേയമാണ് ഗദ്ദാഫിക്കെതിരെ ഉണ്ടായത്, അതും പാസ്സായി. അപ്പോൾ അമേരിക്ക എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് UN സഭ, UN. ഇതൊക്കെ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം. ഇപ്പോൾ റഷ്യക്ക് ഒരു അടി അമേരിക്കക്ക് കൊടുക്കണം എന്നുള്ളത് അമേരിക്ക ആഗ്രഹിക്കുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള റഷ്യയുടെ ഇടപെടൽ, അത് അത്ര ഒന്നും അമേരിക്ക തൃപ്തിയില്ലാത്തതാണ്. കാരണം ഇത് സാമ്പത്തിക രംഗത്തും പെട്രോളിയം രംഗത്തും സ്വർണ്ണക്കനി രംഗത്തും ഒക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവരെ ചേർത്ത് പിടിക്കുന്നത് രാജ്യത്തിന് തന്നെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും.
അതിലിപ്പോൾ റഷ്യ കണ്ണുവെക്കുന്നു, ചൈന കണ്ണുവെക്കുന്നു. അത് ഉചിതമല്ല. എന്നാൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെക്കാണ് വിശ്വസിക്കാൻ പറ്റുന്നത് ഇപ്പോൾ റഷ്യയും ചൈനയാണ് എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് അവർ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, റഷ്യയുമായിട്ടുള്ള കരാർ വ്യവസ്ഥ അമേരിക്ക ലംഘിച്ചതോടനുബന്ധിച്ചാണ് റഷ്യ അതിൽ നിന്ന് പിന്മാറുന്നത്. അത് ഇറാനുമായിട്ട് പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് മുൻപ് കാലത്ത്, അതായത് വല്ലാതെ ഒന്ന് കഴിയുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഭീകരവാദി, അൽ-ഖ്വയ്ദ ഭീകരവാദിയിലെ തലപ്പത്ത് നിന്ന വ്യക്തിയാണ്. ആ തലപ്പത്ത് നിന്ന വ്യക്തിക്ക് $10 മില്യൺ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക തലക്ക് പ്രഖ്യാപിച്ചു. ആരാണ് കൊല്ലുന്നത് അവർക്ക് ഇത്ര പണം കൊടുക്കുന്നു. പിന്നെ സംഖ്യ ഇങ്ങനെ കൂട്ടി വന്നു. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയുടെ നേതാവ് എന്ന് അമേരിക്ക പ്രഖ്യാപിക്കപ്പെട്ട അൽ-ഖ്വയ്ദയുടെ നേതാവാണ് ഇന്ന് സിറിയയുടെ പ്രസിഡന്റ്. അപ്പോൾ അവരെന്തായി, ആദ്യത്തെ പറഞ്ഞ നിലപാടുകളൊക്കെ പിൻവലിച്ചു. ഇയാൾ പ്രസിഡന്റായിട്ട് അംഗീകരിച്ചു, ഇയാൾക്ക് അസ്ഥാനം കൊടുത്തു, സാമ്പത്തിക രീതികളൊക്കെ പ്രഖ്യാപിച്ചു, വലിയ സഹായ കാര്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. ഈ സിറിയയുടെ പ്രസിഡന്റ് സൗദി അറേബ്യയിലെത്തി അമേരിക്ക പ്രസിഡന്റിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും അഭിനന്ദിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ രാഷ്ട്രീയ സ്ഥിതി. അതുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.